സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവയെ സ്വതന്ത്രമാക്കി വിടുക. തിരിച്ചു വന്നാൽ അത് നിങ്ങളുടേതാണ്, അല്ലെങ്കിൽ അത് വേറെ ആരുടെയോ ആണ്. മാറ്റങ്ങൾ ചിലപ്പോൾ വേദനകൾ സമ്മാനിച്ചേക്കാം, പക്ഷേ ചിലപ്പോഴൊക്കെ അത് അനിവാര്യമാണ്. ഒരു വ്യക്തിയോട് നിങ്ങൾ കയർത്തു സംസാരിച്ചാൽ എന്തിൻ്റെ പേരിലായാലും അത് നിങ്ങളെ തന്നെ അസ്വസ്ഥനാക്കും. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക. ഞാൻ നിസ്സാരനാണ്, എനിക്കൊരു കഴിവുമില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒന്നോർക്കുക, നമ്മുടെ ചിന്തകളാണ് നമുക്ക് ചുറ്റുമുള്ള ലോകം സൃഷ്ടിക്കുന്നത്. എന്ത് പ്രശ്നം വന്നാലും മനസ്സിൽ ആദ്യം എത്തുന്നത് പരിഹാര ചിന്തയാണെങ്കിൽ നമ്മൾ വിജയത്തിൻ്റെ വഴിയിലാണ്. പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിച്ച് സമയം കളയാതെ പരിഹാരം തേടുക. പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല. ഉറപ്പുള്ളതിനെ ഒഴിവാക്കി ഉറപ്പില്ലാത്തതിൻ്റെ പുറകിൽ പോകുന്നവർക്ക് നിശ്ചയമായും നഷ്ടം മാത്രമേ സംഭവിക്കൂ. സ്വത്തും പണവും ജോലിയും ഒന്നുമല്ല ഭാഗ്യം. നമ്മുടെ കണ്ണു നിറയുമ്പോൾ തുടയ്ക്കാൻ ഓടിയെത്തുന്ന കൈകളും നമ്മുടെ കൈ വേദനിക്കുമ്പോൾ കണ്ണു നിറയുകയും ചെയ്യുന്ന മനുഷ്യർ നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യമുള്ളവരാണ്. പറഞ്ഞു മനസ്സിലാക്കുന്നതിലും നല്ലത് സ്വയമേ അറിഞ്ഞു മനസ്സിലാക്കുന്നതാണ്. അനുഭവങ്ങളോളം ആഴം നൽകുന്ന തിരിച്ചറിവ് മറ്റാരുടെയും വാക്കുകൾക്ക് നൽകാനാവില്ല. നിങ്ങളെ സ്നേഹിക്കാത്ത ഒരാൾക്ക് വേണ്ടി വെറുതെ കളയേണ്ടതല്ല നമ്മുടെ വിലപ്പെട്ട സമയം. നമുക്ക് ചുറ്റും ഒന്ന് കണ്ണോടിക്കുക. എത്രയധികം പേരാണ് നമ്മളെ സ്നേഹിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന് ക്ഷമിക്കാൻ കഴിയാതെ, ഒന്ന് തോറ്റുകൊടുക്കാൻ കഴിയാതെ നേടിയെടുക്കുന്നതൊന്നും ഇനിയുള്ള ജീവിതത്തിൽ സമാധാനം നൽകിയെന്ന് വരില്ല. എത്ര ചെറിയ കാര്യമായാലും അതിലേക്ക് ഹൃദയവും മനസ്സും ആത്മാവും അർപ്പിക്കുക. അതാണ് വിജയത്തിൻ്റെ രഹസ്യം. കഷ്ടകാലം എന്ന് നിങ്ങൾ കരുതുന്ന നേരത്തിൻ്റെ മറവിൽ പലപ്പോഴും അനുഗ്രഹങ്ങൾ ഒളിച്ചിരിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് കഷ്ടപ്പാടുകളുടെ അവസാനം നിങ്ങൾ മികച്ചവരും ശക്തരും ബുദ്ധിശാലികളുമായി മാറുന്നത്. പങ്കാളിയുമായി മനസ്സ് തുറന്ന് സംസാരിക്കാൻ സമയം കണ്ടെത്തുക എന്നത് ബന്ധം നിലനിൽക്കാൻ അത്യാവശ്യമായ കാര്യമാണ്. ആരോഗ്യകരമായ കുടുംബ ബന്ധത്തിന് ഇത് സഹായിക്കും. കുടുംബമാണ് സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകം. നമ്മൾ പലതും ചെയ്യുന്നത് പോലെ ചിലതൊക്കെ ചെയ്യാതിരുന്നാൽ മാത്രമേ കുടുംബബന്ധം നിലനിൽക്കുകയുള്ളൂ. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും മോശമായ കണ്ടെത്തലാണ് പണം. മനുഷ്യ സ്വഭാവം പരീക്ഷിക്കുന്നതിനുള്ള ഏറ്റവും വിശ്വസനീയമായ വസ്തുവും ഇതുതന്നെ. വിശ്വസിച്ചാൽ നിശബ്ദതയെപ്പോലും മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ വിശ്വാസമില്ലെങ്കിൽ ഓരോ വാക്കുകളും തെറ്റിദ്ധരിക്കപ്പെടുന്നു. വിശ്വാസം എന്നത് ബന്ധങ്ങളുടെ ആത്മാവാണ്. നമ്മളെ മനസ്സിലാക്കാത്തവരുടെ മുന്നിൽ ഒരിക്കലും കരയരുത്. കാരണം അവർ നമ്മളെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരിക്കലും നമ്മുടെ കണ്ണുകൾ നിറയില്ലായിരുന്നു. കണ്ണുകളിലെ ബഹുമാനവും സംസാരത്തിലെ അലങ്കാരവുമാണ് ഏതൊരു ബന്ധത്തിൻ്റെയും ഏറ്റവും ശക്തമായ ചരടുകൾ. സമയം ആർക്കു വേണ്ടിയും കാത്തിരിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ശരിയായ സമയത്തിനായി കാത്തിരിക്കുന്നത്? നടക്കുന്ന സമയമാണ് ഏറ്റവും നല്ല സമയം. നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള വഴി നിങ്ങൾ മറ്റുള്ളവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് വഴി തെറ്റിപ്പോകും. കാരണം നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് അറിയുന്നത് പോലെ മറ്റാർക്കും അറിയില്ല. ഇനിയുള്ള കാലത്തെ സുന്ദരമാക്കാൻ നമുക്ക് കഴിഞ്ഞേക്കാം, എന്നാൽ കഴിഞ്ഞതിനെ നമുക്ക് വീണ്ടെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് വർത്തമാനകാലത്തിന് പ്രാധാന്യം കൊടുക്കുക. അതിന് നമ്മുടെ നിരാശ തടസ്സമാവരുത്. പരീക്ഷണവും പ്രയാസവുമില്ലാതെ ആരെയും ദൈവം മണ്ണിൽ സൃഷ്ടിച്ചിട്ടില്ല എന്ന തിരിച്ചറിവ് മാത്രം മതി ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ആസ്വാദ്യകരമാക്കാൻ.